ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ ചില രീതികളും ചിന്താഗതികളുമൊക്കെ ക്രമേണ നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമായി തന്നെ മാറാറുണ്ട്. ആവർത്തനം കൊണ്ടുള്ള പരിചയം മൂലം യാതൊരു ആകുലതയും കൂടാതെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അവയിൽ നിന്നും മാറി മറ്റൊരു രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്നും വരാറില്ല. പഴയതാണ് നല്ലതെന്ന വാദവുമായി അതിൽ സുഖം കണ്ടെത്തുന്നത് വഴി പുതിയതായിട്ടുള്ളവ ഇഷ്ടപ്പെടാൻ നമ്മൾ പലപ്പോഴും വിസമ്മതിക്കുന്നു എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അഥവാ പുതിയത് സ്വീകരിച്ചേ മതിയാവൂ എന്ന ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പുതിയതിന് പഴയതിൻ്റെ ഇടയിൽ എവിടെങ്കിലും സ്ഥലം കൊടുക്കാനാണ്. പക്ഷേ അത് പലപ്പോഴും പഴയ വസ്ത്രത്തിൻ്റെ കീറലകറ്റാൻ പുതിയ തുണികഷ്ണം വെച്ച് പിടിപ്പിക്കുന്നത് പോലെയും പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കുന്നത് പോലെയും ആയേക്കാം എന്ന് ഈശോ മുന്നറിയിപ്പ് തരുന്നുണ്ട്. പഴയ വസ്ത്രത്തിൽ പുതിയ തുണി വെച്ച് പിടിപ്പിച്ചാൽ പിന്നീട് അലക്കുമ്പോൾ പുതിയ തുണി ചുരുങ്ങുകയും അങ്ങനെ കീറൽ വലുതാവുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ വീഞ്ഞ് നുരങ്ങി പൊങ്ങുന്നത് മൂലം അത് സൂക്ഷിച്ചിരിക്കുന്ന കുടം പഴയതാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നു. പാപകരമായ ഒരു ലോകത്തിൽ പാപത്തിനടിമകളായി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ കൈവന്ന രക്ഷ എല്ലാവരും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്നതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്ന ദൈവകൃപ സദാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുന്നുണ്ട്. പുതിയ വീഞ്ഞു പോലെ പതഞ്ഞു പൊങ്ങുന്ന ഈ കൃപകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ നവീകരിച്ച് പുതിയ തോൽക്കുടങ്ങളാക്കേണ്ടത് ആവശ്യമാണ്. നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ സ്ഥിതി ഒരു പഴയ തോൽക്കുടത്തിന് സമാനമാണ് എന്ന് അംഗീകരിക്കുകയാണ്. നമ്മിലെ പാപങ്ങളും നമ്മുടെ സ്വഭാവ വൈകൃത്യങ്ങളുമൊക്കെ ഏൽപ്പിച്ച മുറിവുകൾ മൂലം പൊട്ടാറായ അവസ്ഥയായിരിക്കും പലപ്പോഴും നമ്മുടെ ആത്മാവിൻ്റേത്. നമ്മുടെ തന്നെയോ മറ്റുള്ളവരുടെ പ്രവൃത്തികളുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ ദുർബലാവസ്ഥ പലപ്പോഴും നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. പരിപൂർണനായിരിക്കുന്ന ദൈവവുമായുള്ള താരതമ്യത്തിലൂടെ മാത്രമേ നമ്മിലെ കുറവുകൾ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവുകയുമുള്ളൂ. നമ്മുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെയും ദൈവവചനത്തിൻ്റെയും കൽപ്പനകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്രകാരം വെളിപ്പെട്ട് കിട്ടുന്ന നമ്മിലെ പോരായ്മകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും അതുവഴിയായി നമ്മിലെ ആത്മാവിനെ നവീകരിക്കുവാനും കുമ്പസാരമെന്ന കൂദാശയിലൂടെ സാധിക്കും. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ചുള്ള മനസ്താപവും അതിൻ്റെ ഫലമായുള്ള കുമ്പസാരവും പഴയതിനെ ഉരിഞ്ഞുമാറ്റി പുതിയതിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുന്നു. അതുവഴിയായി പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും പുതിയ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ കൂടുതൽ അഭയം പ്രാപിക്കാനുമുള്ള പ്രേരണകൾ ലഭിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എന്ന തിരുവചനം അർത്ഥവത്തായി മാറും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഒരു ദിവസം ഒട്ടനവധി അവസരങ്ങളിൽ ദൈവസ്നേഹത്തോടെ പുറംതിരിഞ്ഞു നിന്ന് പാപം ചെയ്യുന്നവരാണ് നാം എല്ലാവരും. വീണു പോകുന്ന അവസരങ്ങളിലെല്ലാം വിശുദ്ധിയിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടെ വീണ്ടും എണീക്കാൻ നമ്മൾ തയ്യാറാവണം. പഴയ വീഞ്ഞു കുടിച്ച് വീണെടുത്ത് തന്നെ കിടക്കാതെ പുതിയ വീഞ്ഞിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പുതിയ തോൽക്കുടങ്ങളാകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധി രക്തത്താൽ കഴുകി എന്നിലെ പാപാവസ്ഥകളായ കോപം, ക്ഷമിക്കുവാൻ പറ്റാത്ത അവസ്ഥ, ഭയം, അരക്ഷിതാബോധം, കുറ്റബോധം, നിരാശ, ഉത്കണ്ഠ, അഹങ്കാരം എന്നിവയെ നീക്കിക്കളയണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ നവീകരിക്കണമേ. ആമേൻ.